ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ദൈവമാതാവിൻ്റെ 15 നോമ്പിനോടനുബന്ധിച്ച് ജനക്പുരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ NGOCSM യൂണിറ്റ് എൽദാസ് ആലോഹോ എന്ന പേരിൽ മാതാവിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ വീഡിയോ സീരീസ് ചെയ്യുന്നു എന്നറിയുന്നതിൽ ആദ്യമേ സന്തോഷം അറിയിക്കട്ടെ. 15 നോമ്പിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ ചിന്താവിഷയം എൻറ്ററിങ് ദ ഡോമിഷൻ ഫീസ്റ്റ്, മാതാവിൻ്റെ വാങ്ങിപ്പ്. 15 നോമ്പ് ശൂനോയോ നോമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. ശൂനോയോ എന്ന പദത്തിന് വാങ്ങിപ്പ്, നീക്കപ്പെടുക, എടുത്തുമാറ്റുക എന്നൊക്കെയാണ് അർത്ഥം. പുതിയ നിയമത്തിൽ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ശൂനോയോ എന്നാൽ ദൈവമാതാവ് സ്വയമേ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതിൻ്റെ അല്ല, മറിച്ച് പുത്രൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. മാതാവിൻ്റെ വാങ്ങിപ്പിലൂടെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ അമ്മയെ സ്വർഗം നൽകി മാനിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. മാതാവിൻ്റെ മരണസമയത്ത് പുത്രൻ തമ്പുരാൻ ഏൽപ്പിച്ചു പോയ മകനും പലയിടങ്ങളിലായിരുന്ന മറ്റ് ശിഷ്യന്മാരും ഉണ്ടായിരുന്നതായും തൻ്റെ കബറടക്ക ശേഷം സ്വർഗത്തിലെ മാലാഖമാർ വന്ന് മാതാവിനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതായി മാർത്തോമാ ശ്ലീഹ കണ്ടതായും ചരിത്രം സാക്ഷിക്കുന്നു. ഇങ്ങനെ മാനിക്കപ്പെടുവാനായി മാതാവിൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു മാതാവിൻ്റേത്. പ്രാർത്ഥനയുടെ ഫലമായി ഹന്നായുടെയും യുയാക്കിമിൻ്റെയും മകളായി പിറന്ന് ദേവാലയത്തിൽ വളർന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന അരുളപ്പാടിനെല്ലാം ഉത്തരമായി പൂർണ്ണമായി സമർപ്പിക്കുന്ന മാതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി, പിറുപിറുപ്പില്ലാതെ സഹനമേറ്റവളാണ് പരിശുദ്ധ ദൈവമാതാവ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ശിമയോന്റെ പ്രവചനം മുതൽ തൻ്റെ മുമ്പിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലേറ്റുന്നത് നേരിൽ കാണുന്നതുവരെ ജീവിതം മുഴുവനും സഹനത്തിൻ്റെ ക്രൂശ് വഹിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. തൻ്റെ അമ്മയുടെ വേദന മനസ്സിലാക്കിയ മകൻ തൻ്റെ മരണസമയത്തും അമ്മയെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിലൂടെ തൻ്റെ അമ്മയെ മാനിക്കുന്ന മകനെയും നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ അമ്മയെ സ്വർഗം നൽകി മാനിക്കുന്നതിലൂടെ നമുക്കും ഇതൊരു അനുഭവമാക്കേണ്ടിയിരിക്കുന്നു. ഈ ശൂനോയോ നോമ്പിലൂടെ, അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് ക്രമപ്പെടുത്താം. അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.